നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴികളുടെ ശക്തമായ സ്വാധീന ഫലമായി സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിൽ പ്രകൃതിയുടെ കലിതുള്ളലിൽ ജനങ്ങൾ ഭീതിയിലാവുകയാണ്. സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും വരെ സാധ്യതയുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ബാക്കി 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. ജനജീവിതം സ്തംഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. കോഴിക്കോട്, കാസർഗോഡ്, തൃശൂർ, കണ്ണൂർ, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 8 പ്രധാന ജില്ലകളിലാണ് അവധി ബാധകമായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും മഴ പെയ്തൊഴിയാതെ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും അവിടെ മാറ്റമുണ്ടാകില്ല. കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ പ്രൊഫഷണൽ കോളേജുകളടക്കം മുഴുവൻ സ്ഥാപനങ്ങൾക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി നൽകിയിട്ടുണ്ട്. തൃശൂർ, കണ്ണൂർ, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, നഴ്സറികൾ, CBSE, ICSE കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, മതപാഠശാലകൾ എന്നിവയുൾപ്പെടെ സമ്പൂർണ്ണ അവധിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം വയനാട് ജില്ലയിൽ ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, മതപഠന ക്ലാസുകൾ എന്നിവയ്ക്കാണ് പ്രധാനമായും കളക്ടർ വിലക്ക് ഏർപ്പെടുത്തിയത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇത് ബാധകമല്ലെങ്കിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ അതത് സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലും എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും അവധിയാണ്. എങ്കിലും എല്ലാ ജില്ലകളിലും സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ലെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രകൃതി തൽക്കാലത്തേക്ക് അല്പം ശമനം തരുമെന്ന ആശ്വാസ വാർത്തയും കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. നാളെ മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കാര്യമായി കുറയും എന്നാണ് നിലവിലെ ഒരു പ്രവചനം. നാളത്തെ ദിവസം ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളോ അലർട്ടുകളോ നൽകിയിട്ടില്ല എന്നത് പ്രവാസികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഒരുപോലെ ആശ്വാസകരമാണ്. എങ്കിലും മുന്നറിയിപ്പുകൾ പിൻവലിച്ചാലും മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മലയോര മേഖലകളിലും പുഴയോരങ്ങളിലും താമസിക്കുന്ന ജനങ്ങൾ കടുത്ത ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര നിർദ്ദേശം. എന്തായാലും ഇന്ന് 8 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.